ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് പരിചയപ്പെടുന്നത്. ഈ ചെടിയുടെ പേര് സ്പൈഡർ പ്ലാന്റ് എന്നാണ്. ഇതിന് തന്നെ പല വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഇതൊരു കുറ്റിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. നമ്മൾ ചട്ടികളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിറയെ തിക്കായിട്ട് വളരും. അപ്പം ചെറിയ തൈകളൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ 2-3 മാസം കൊണ്ട് നമ്മുടെ ആ പോട്ട് നിറയുകയും ചെയ്യും. ഈ ചെടികൾക്ക് വേണ്ട കെയറിങ്ങും അതിൻ്റെ പ്രൊപ്പഗേഷനും വളപ്രയോഗവും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റിലാണ്. ഒരു പോസ്റ്റിൽ നമ്മൾ ചെറിയൊരു സിമെൻറ്റ് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നിറയെ നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ചില ആവശ്യമൊന്നുമില്ല. ലോ ലൈറ്റ് പ്ലാന്റാണ്, അതുകൊണ്ട് ഓവർ വെളിച്ചത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എവിടെ വെച്ചാലും നല്ല പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട്. അതേപോലെ ചെറിയ പൂക്കളുണ്ടാവും, അത് നിറയെ പൂക്കളും ഉണ്ടാവും. അത് നിറയെ ബുഷിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്ക് ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കാണുന്നുണ്ട്. സ്പൈഡർ പ്ലാന്റിന് തന്നെ മറ്റ് വെറൈറ്റികളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ മാറ്റാം. ഇപ്പോൾ നമ്മളൊരു ചെറിയ വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്ത് അതിൽ ആണ് ഇത് കയറ് കെട്ടി ഒരു ഹാങ്ങിങ് പോട്ടാക്കി അതിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെറിയ പോട്ടുകളിലൊക്കെയാണ് സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ചെറിയ ചട്ടികളിലും വലിയ ചട്ടികളിലും ഒക്കെ വളരെ ഈസി ആയിട്ട് ഈ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പോട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് പോട്ടാണ്. നമ്മൾ ഇതേപോലെ ഒരു കളറായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു ഗ്രീൻ പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ അതുപോലത്തെ ഇതാണ് നമ്മുടെ പോട്ട് മിക്സ്. പക്ഷേ കറുത്ത മണ്ണാണ്, കുറച്ച് മണൽ കലർന്നിട്ടുള്ള. ഇത് നമ്മൾ മഴയത്തൊക്കെ ഒലിച്ചു വന്നിട്ടുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോ ഭാഗങ്ങളിലായിട്ട് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇതേപോലെ ഉണങ്ങിയ ഇലകളും മഴയത്തൊക്കെ ഒലിച്ചു വന്നിട്ടുള്ള മണ്ണൊക്കെ എടുത്ത് ഇതേപോലെ ചാണകപ്പൊടിയൊന്നും ഇല്ലാത്തൊരു മണ്ണാണിത്. ഈ ഒരു മണ്ണ് മതി നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടി കൂടി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മണ്ണ് തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ പോട്ട് ഫില്ല് ചെയ്യാണ്. ഏകദേശം കാൽഭാഗത്തോളം മണ്ണിട്ടതിന് ശേഷം നമുക്ക് ചെടി ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്നാണ് ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. നിറയെ ഉണ്ടായിട്ടുണ്ട് തൈകൾ. ഇതേപോലെ സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ പോട്ടിൽ നിന്ന്. നിറയെ വേരുകളും അതേപോലെ അടിവശത്ത് നിറയെ കിഴങ്ങുകളൊക്കെ ഉള്ളൊരു ചെടിയാണ്. ഇത് ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ചെടികൾ ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പ്രത്യേകമായിട്ട് ഒരു ചെറിയ കിഴങ്ങുകളൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ്. മറ്റ് സ്പൈഡർ പ്ലാന്റുകളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഈ രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ തൈകൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇതേപോലെ 2 തൈകൾ നമ്മൾ 2 പോട്ടിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെടികൾ 2 പോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോട്ട് നമ്മൾ ഹോളുകൾ ഇട്ടിട്ടുള്ളത് ഏകദേശം ഉയർത്തിയാണ് ഈ ഒരു ഭാഗത്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്ത് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പം ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെയുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു പോട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ആ രീതിയിൽ നനച്ച് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ പോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതേപോലെ ബുഷിയായിട്ട് മാറുകയും ചെയ്യും. ഇത് തന്നെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ് ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെയുള്ള ഒരു ഗ്രീൻ വെറൈറ്റിയാണിത്. ഇതിൽ തന്നെ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് നമ്മുടെ പണ്ട് കാലങ്ങളിലെ വീട്ടിലൊക്കെ ഇട്ടാകുന്ന വൈറ്റ് ഷെയ്ഡുള്ളൊരു പ്ലാന്റാണ്. ഇത് നല്ല ബുഷിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇത് ഇതേപോലെ പോസ്റ്റിൽ വെച്ച് കൊടുത്താണ് നമ്മൾ. സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ്, കുറച്ച് ലെങ്ത് ആയിട്ട് വരുന്ന വെറൈറ്റി. അപ്പോൾ അതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത് കാണിച്ചാൽ ഈ രീതിയിലാണ് തൈകൾ ഉണ്ടാകുക, വേരുകളൊക്കെ ആയിട്ട്. ഇത് സെപ്പറേറ്റ് ചെയ്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സ്പൈഡർ പ്ലാന്റ്. അതേപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചെടി. ഇതിൻ്റെ ലീഫുകൾ കുറച്ചുകൂടി തിക്നെസ് കുറവാണ്. ഇതേപോലെ നിറയെ ഉണ്ടാവും. നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റുകൾ.
അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം. പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഈ രീതിയിലൊക്കെ ബുഷായിട്ട് മാറുകയും ചെയ്യും. ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്താണ്, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളർന്നു വന്നു. നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഏരിയയിലൊക്കെ ഈ ചെടികൾ വെച്ച് കൊടുക്കാം. ഇത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമുക്ക് ഒരു ഇൻഡോർ പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് മറ്റേ രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്ലാസ്റ്റിക് ബോട്ടിൽ അതേപോലെ ഒരു പോട്ടാക്കി മാറ്റിയതാണ്. ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ അടിഭാഗം കട്ട് ചെയ്ത് ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പോട്ട് അതേപോലത്തെ 2 പോട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ വെറൈറ്റിയിൽ സെറ്റ് ചെയ്യാൻ പറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ചെടിയാണ് ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.